ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹാർട്ട്ഫുൾനെസ് ട്രെയിനറും സോണൽ കോർഡിനേറ്ററുമായ മിസ്സസ് ശാന്തി പവനനാണ്. കാൻഹ കാസ്റ്റിൻ്റെ ഈ സെഷനിലേക്ക് സ്വാഗതം. താങ്ക് യു. എത്ര നാളായി കുറേ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ശാന്തി പവനനെ കുറിച്ചിട്ട്. അവർ അഭ്യാസി എന്നുള്ള നിലയിലും ട്രെയിനർ എന്ന നിലയിലും ഇപ്പം സോണൽ കോർഡിനേറ്റർ എന്ന നിലയിലും ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് കേൾക്കാറുണ്ട്. എങ്ങനെയാണ് ഈ സിസ്റ്റത്തിലേക്ക് എത്തിപ്പെട്ടത്? അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാവോ? ശരിക്കും ഞാൻ BSc ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. എൻ്റെ എൽഡർ സിസ്റ്റർ ഉഷാറാണി, ഷീ ഈസ് ഓൾസോ എ പ്രിസിപ്റ്റർ. അവർ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞ് എനിക്കൊരു കത്തയച്ചു. ഞാൻ ഹോസ്റ്റലിലായിരുന്നു താമസം അന്ന്. അപ്പോൾ കത്ത് വന്നു, ഇങ്ങനെ ഞാനൊരു മെഡിറ്റേഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് വളരെ നല്ലൊരു അനുഭവം കിട്ടി. അത് കണ്ട അന്ന് മുതൽക്ക് എനിക്ക് പെട്ടെന്ന് തന്നെ വീക്കെൻഡിൽ അവിടെ പോയി സ്റ്റാർട്ട് ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം. ആ ഒരു വാക്ക്, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ വാക്ക് എൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടാക്കി. എന്താണെന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ബട്ട് അവിടെ തൊട്ട് ഒരു റെസ്റ്റ്ലെസ്നെസ്, എനിക്ക് പോകണം. അപ്പോൾ ഞാൻ ചേച്ചി കത്തെഴുതി, ഞാൻ നെക്സ്റ്റ് വീക്കെൻഡ് അങ്ങോട്ട് വരട്ടെ, എനിക്കും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതിൻ്റെ അടുത്ത ആഴ്ച എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് സമയമായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇപ്പോൾ എക്സാം തുടങ്ങാൻ പോകുന്നതല്ലേ, ഇപ്പോൾ തന്നെ വരണ്ട, എനിവേ എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പോയി ചെയ്യാം. അപ്പോൾ ആ 2 വീക്സും ഞാൻ അതിനെക്കുറിച്ച് തന്നെയാണ് എൻ്റെ മനസ്സെല്ലാം. ആ മെഡിറ്റേഷൻ എന്നുള്ള വാക്ക് എന്തോ ഒരു ഉന്നതമായിട്ടുള്ളൊരു സംഗതി കിട്ടാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ എക്സാം കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ തന്നെ നമ്മളുടെ ടൗണിൽ അവിടെ പ്രിസിപ്റ്റേഴ്സ് ഇല്ല. സോ നമ്മൾ അവിടെ നിന്ന് തിരുപ്പൂരിലേക്ക് പോയി 2 ദിവസം താമസിച്ച് അവിടെ നിന്നാണ് ഇത് പരിചയപ്പെടുന്നത്. ബ്രദർ സോമകുമാർ അന്നത്തെ അവിടുത്തെ സെൻറ്റർ കോർഡിനേറ്റർ ആയിരുന്നു. അവരുടെ അടുത്ത് നിന്നാണ് എനിക്ക് സിറ്റിംഗ് എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. ഫസ്റ്റ് സിറ്റിംഗ്, സെക്കൻഡ് ഡേ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു താമസം. ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിച്ചു. ഫസ്റ്റ് സിറ്റിംഗ് വാസ് ലിറ്റിൽ ബിറ്റ് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ഞാൻ. സെക്കൻഡ് സിറ്റിംഗ് വളരെ പീസ്ഫുള്ളായിരുന്നു. അത് എന്താ പറയണ്ടേ, അതിൻ്റെ എൻഡിൽ പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഡേ ഇറ്റ് ടുക്ക് ആൾമോസ്റ്റ് 45 to 50 minutes എടുത്തു. ആ സിറ്റിംഗ് കുറച്ച് ലെങ്തി ആയിരുന്നു. ഞാൻ അത്ര സമയം പോയതേ അറിഞ്ഞിട്ടില്ല. പക്ഷേ എൻഡിൽ എനിക്കൊരു ഒരു ഫേസ് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നു. അത് ഇങ്ങനെ റിവോൾവ് ചെയ്തു. ജസ്റ്റ് അഗെയിൻ ഇറ്റ് കെയിം ടു ദ ഫ്രണ്ട്. അതുമാത്രം, എനിക്കത് ആരാന്ന് പരിചയമില്ല, ഒരു ഫേസ് മാത്രം. ഇപ്പോൾ തേർഡ് സിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് തിരിച്ച് വീട്ടിലേക്ക് വന്നു. ബട്ട് ഒരു ഡിഫറെൻറ്റ്, എന്താ പറയണ്ടത്, ഞാൻ എന്തോ ഒരു മാറ്റം എൻ്റെ ഉള്ളിലുണ്ടായി ആ സമയത്ത്. അതുവരെ ഞാനൊരു ഇൻട്രോവേർട്ടായിരുന്നു. അധികം സംസാരിക്കാറില്ല, ഒന്നും എക്സ്പ്രസ് ചെയ്യില്ല, ജസ്റ്റ് കാമായിട്ട് ഇങ്ങനെ വരും. സ്റ്റഡീസിലെല്ലാം കുറച്ചും കൂടി വീക്കാണ്. ആവറേജിൽ അങ്ങ് കടന്നു പോകുന്നേ ഉള്ളൂ. BSc ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണിത്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് തേർഡ് സിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് എന്തോ ഒരു ഊർജം എൻ്റെ ഉള്ളിൽ നിറഞ്ഞതുപോലെ ഒരു ഫീലിംഗ്. പോയാൽ ഞാനല്ല തിരിച്ചു വന്ന്, അത് നല്ലോണം അറിയുന്നുണ്ട് എനിക്ക്. പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന്, വെക്കേഷനാണല്ലോ, കുറച്ച് നല്ലൊരു ടൈമായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ വീട്ടിലെത്തിയ ശേഷം കുറച്ച് ബുക്സ്, ചേച്ചിക്കെല്ലാം ബുക്സും വാങ്ങും. അന്ന് റിലീസ് ചെയ്യുന്ന ബുക്സ് എല്ലാം വാങ്ങി വെക്കും. അപ്പോൾ അത് വായിക്കാൻ തുടങ്ങി. ശരിക്കും എനിക്ക് ബുക്ക് വായിക്കുന്ന ശീലം തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ചെറിയ സ്റ്റോറീസ് അങ്ങ് വായിച്ച് അവിടെ വിടുമെന്നു. വലിയ നോവൽസോ അങ്ങനത്തെ വലിയ റൈറ്റേഴ്സിൻ്റെ ബുക്സൊന്നും ഞാൻ വായിച്ചിട്ടില്ല. ബട്ട് ഇത് കാണുമ്പോൾ തന്നെ എന്നെ അട്രാക്ട് ചെയ്ത് ഞാൻ കംപ്ലീറ്റ് വർക്ക്സാണ് ആദ്യമായിട്ട് എടുത്തത്. അതെന്നെ എടുത്തു വായിക്കാൻ തുടങ്ങി. അത് വായിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒരിക്കലും താഴെ വെക്കാൻ തോന്നുന്നില്ല. ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഞാൻ അങ്ങനെ അത്രയും വായനാശീലമുള്ള ഒരാളും അല്ല. പക്ഷെ എനിക്കിത് വായിച്ചിട്ട് നിർത്താൻ പറ്റുന്നില്ല. സോ അത് വായിക്കും, പിന്നെയും വെക്കും. കുറച്ച് വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞാൽ ക്യൂരിയോസിറ്റി, പിന്നെയും അതെടുത്ത് വായിക്കും. അങ്ങനെ വിത്തിൻ എ വീക്ക് അത് കംപ്ലീറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ താഴെ വെക്കാൻ പറ്റുന്നില്ല. അതിന് എനിക്ക് എന്താ മനസ്സിലായെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനും പറ്റുന്നില്ല. ബട്ട് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് കീപ്പിംഗ് ഇറ്റ് ഡൗൺ. എന്നിട്ട് അതിനേക്കാളും വളരെ സർപ്രൈസ് ആയിട്ടുള്ളൊരു തിങ് എന്ന് വെച്ചാൽ ആ ഫോട്ടോ, കംപ്ലീറ്റ് വർക്ക്സിൽ കണ്ട ഫോട്ടോ, എനിക്ക് അത് ബുക്ക് എടുത്തതും ആദ്യം എനിക്ക് ഓർമ്മിച്ച സെക്കൻഡ് സിറ്റിങ്ങിൽ ഐ സോ എ ഫേസ് ഇൻ മൈ ഫ്രണ്ട്. ആ ഒരു ഫേസ് ആയിരുന്നു അത് ശരിക്കും എന്താണ് അതിൽ കോയിൻസിഡൻസ് എനിക്ക് അന്നവരെ എനിക്കറിയാം. ഞാൻ വിചാരിച്ച താടിയെല്ലാം ഉള്ളപ്പോൾ ചിലപ്പോൾ ടാഗോർ അവരുടെ കവിതകൾ കുറച്ച് ഇഷ്ടമായിരുന്നു, അവരായിരിക്കുമോ
ഇതാരാന്ന് എനിക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല, അവരായിരിക്കാം താഗൂറിലേക്ക് എന്ന് അവരോട് പറഞ്ഞു ഞാൻ പ്രിസ്ക്രിപ്റ്റർ. പക്ഷേ ഇത് ബുക്ക് തുറക്കുമ്പോൾ ഈ ഫോട്ടോ കണ്ടപ്പോൾ ദറ്റ് വാസ് ദ ഫേസ് ഓഫ് ബാബുജി. അങ്ങനെ ആ ബുക്സ് ഒരുപാട് എന്നെ ആ ഫിലോസഫി വായിച്ചത് കുറേ അധികം ഇനിയും എനിക്ക് അതിലേക്ക് ആഴത്തിലേക്ക് പോകണം എന്നൊരു ഒരു ആഗ്രഹം ഉണ്ടായി. പിന്നീട് അങ്ങോട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. വലിയ ഭാഗ്യം അങ്ങനത്തെ ഒരു സെൻറ്ററിൽ ഞാൻ പോയി സിറ്റിംഗ് എടുക്കാനും അവിടെ സത്സംഗ് അറ്റൻഡ് ചെയ്യാനും സാധിച്ചു നിന്ന്. പിന്നെ വീക്ക്ലി വൺസ് ഞാൻ അങ്ങോട്ട് പോവും, സിറ്റിങ്ങിനും സത്സംഗിനും അവിടെ പോവും, തിരിച്ച് നാട്ടിലേക്ക് വരും. അങ്ങനെയായിരുന്നു. അപ്പോൾ കോളേജ് ടൈമിൽ ഏർലി മോർണിംഗ് നമുക്ക് പോകേണ്ടി വരും. അന്ന് അത് സമയത്തെല്ലാം അവിടെ ഡെയിലി ഈവനിങ് സത്സംഗ് ഉണ്ടാവും 4:30. സോ 3:30ക്ക് എനിക്ക് കോളേജിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തും. അപ്പോൾ മോർണിംഗ് മെഡിറ്റേഷൻ പലപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ബട്ട് ഐ വിൽ അറ്റൻഡ് ദ സത്സംഗ് ഡെയിലി. അതും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഈ ഒരു റൂട്ടിൽ എന്നെ പിടിച്ച് നിർത്തിയതെല്ലാം ഈ ഘടകങ്ങളാണ്. അപ്പോൾ ഇതിൽ പറയുന്ന സിറ്റിംഗ് ആയിക്കോട്ടെ, സത്സംഗ് ആയിക്കോട്ടെ, ഇറ്റ് ഓൾവേസ് ഹെൽപ്പ് us ആൻഡ് ഇറ്റ് വിൽ കീപ്പ് us ഓൺ ട്രാക്ക്. ഇതെല്ലാം അവർ എനിക്ക് ഒരുക്കി തന്നതായിരുന്നു എന്ന് വേണ്ടി പറയാം. ആ സെൻറ്ററിൽ എന്നും സത്സംഗ് നടക്കുന്നുണ്ടാവും. ഇപ്പോൾ എല്ലാം പ്രെസിപ്റ്റേഴ്സിൻ്റെ അടുത്ത് അഭ്യാസികൾ വിളിച്ചിട്ടാണ് സിറ്റിംഗ് ചോദിക്കാറ്. അന്ന് അങ്ങനെയല്ല. പ്രെസിപ്റ്റർ വിൽ നോട്ടീസ് us. നമ്മളുടെ പുരോഗതി എങ്ങനെ അവർ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നോ, നിങ്ങൾക്ക് സിറ്റിംഗ് എടുക്കാൻ സമയം ഉണ്ടാവുമോ എന്ന് അവരിങ്ങോട്ടാണ് ചോദിക്കാറ്. ദാറ്റ് വാസ് ടു മച്ച് ടച്ചിങ്. അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്താ വെച്ചാൽ അന്ന് നമുക്ക് അവരത്രയും കെയർ എടുത്തിരുന്നു ഓരോരോ അഭ്യാസിനെയും അത്രയും വളർത്തിക്കൊണ്ടുവരാൻ. അപ്പോൾ നമ്മുടെ ആ സമയം എത്തുമ്പോൾ അവർ നമ്മളെ വിളിക്കും, സിറ്റിംഗ് എടുക്കാൻ സമയം തോന്നും. ഐ വിൽ ഗോ ബിക്കോസ് ഐ എം നോട്ട് ടു മച്ച് സെൻസിറ്റീവ് അബൌട്ട് ദ സിറ്റിംഗ് ആൻഡ് ഓൾ. അപ്പോൾ അത് എപ്പോഴാണ് എടുക്കേണ്ടത് അങ്ങനെയൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവരെങ്ങോട്ട് വിളിക്കും. അപ്പോഴാണ് അത് കറക്റ്റ് എപ്പോഴാണോ ഞാൻ ഡീവിയേറ്റ് ആവുന്നത് അറിയുമ്പോഴാണ് അവർ വിളിക്കുന്നത്. ദറ്റ് വാസ് ടു മച്ച് സർപ്രൈസിങ് ഫോർ മീ. എങ്ങനെയാണ് ഇവർ അറിയുന്നത്? എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഞാൻ കുറഞ്ഞു വരുന്നുണ്ടെന്ന് അറിയുമ്പോഴായിരിക്കും പ്രെസിപ്റ്റർ വിളിക്കുക കറക്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ എന്നെ ഇത് വളരെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ആ സെൻറ്ററിലും. പിന്നെ ഒരുപാട് അവിടെ വോളണ്ടിയർ വർക്ക് ആ സമയത്ത് ആശ്രമം എടുക്കുന്ന സമയമായിരുന്നു അവിടെ. അങ്ങനെ ആ ഒരു ഊർജം കിട്ടിയെന്ന് പറഞ്ഞില്ല, അതിനനുസരിച്ച് എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിരുന്നു അവിടെ. സോ അതിൻ്റെ ശേഷം തിരിച്ച് നോക്കിയിട്ടില്ല. എല്ലാ സൺഡേ സത്സംഗും അവിടെ പോവും, അറ്റൻഡ് ചെയ്യും. സോ ഇറ്റ് വാസ് എ വെരി ബിഗ് ഗിഫ്റ്റ് ഫ്രം ദ മാസ്റ്റർ. ഇപ്പം പറഞ്ഞല്ലോ BSc ഫൈനൽ ഇയർ ആയപ്പോഴാണ് ഈ സിസ്റ്റത്തിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പം അങ്ങനെയെങ്കിൽ നമ്മളൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ അട്രാക്റ്റഡ് ആവണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടെങ്കിലല്ലേ നമ്മൾ അതിലേക്ക് ഒന്ന് അട്രാക്റ്റ് ചെയ്യപ്പെടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആ ചൈൽഡ്ഹുഡിനെ കുറിച്ചൊന്ന് പറയാമോ, എങ്ങനെയായിരുന്നു എന്ന്? ചൈൽഡ്ഹുഡിൽ എനിക്ക് അങ്ങനെ അമ്പലത്തിലും അങ്ങനെ അധികം പോക്കില്ല. പക്ഷെ ചെറുപ്പത്തിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ ശബരിമലയിൽ സ്ഥിരമായിട്ട് പോകുന്ന ആൾ. അവരെല്ലാ പേരക്കുട്ടികളെയും ശബരിമല കൊണ്ടുപോയിരിക്കും. അങ്ങനെ ഒരു 3 വർഷം തുടർച്ചയായിട്ട് അവരെന്നെ കൂട്ടിപ്പോയിരുന്നു. അവരുടെ കൂടെ ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് 3 years. അതാണ് ഒരു പിൽഗ്രിമേജ് പോലെ ചെയ്ത ഒരു വർക്ക്, അതേ ഉള്ളൂ. പിന്നീടുള്ള സമയങ്ങൾ അമ്മ അമ്പലത്തിൽ പോകുമ്പോൾ അമ്മേൻ്റെ കൂടെ പോകും, അത്രയേ ഉള്ളൂ. പക്ഷേ അവിടെ തൊഴുമ്പോൾ എനിക്ക് എന്തെങ്കിലും അനുഭൂതി കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അതുകൊണ്ട് തന്നെ അതൊരു ശീലമാക്കിയിട്ടില്ല ഞാൻ. എപ്പോഴും അമ്പലത്തിൽ പോകണം. എന്നെ അട്രാക്റ്റ് ചെയ്ത് പിന്നെ അവിടെ ഒരു സന്യാസി വീട്ടിൽ വരാറുണ്ടായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇങ്ങനത്തെ എല്ലാ സ്ഥലത്തും യാത്ര ചെയ്യുന്നു, ഹിമാലയം വരെ പോവും. അപ്പോൾ അവരെ വീട്ടിൽ വന്നിരുന്നു, നമ്മുടെ വീട്ടിൽ വന്നിട്ട് അമ്മ പൂക്കൾ ഇങ്ങനെ ഫോട്ടത്തിലിടാൻ വേണ്ടി പൂക്കൾ ഇങ്ങനെ മെടയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അവരമ്മയോട് ചോദിച്ചു, ഇത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ഈ മാല എന്ന് വെച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഫോട്ടത്തിലിടാൻ വേണ്ടിയിട്ട്, ഒരു ഈശ്വരന് മാല ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത്. അവർക്ക് അതിലിടുന്നത് കൊണ്ട് എന്താ കിട്ടുക? അവിടെ കിട്ടുമ്പോൾ ഈശ്വരനത് നല്ല. ഇപ്പോൾ ഇത് നിങ്ങൾ തന്നെ മണം അറിയുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ഫോട്ടത്തിലാണ് നിങ്ങൾ കൊണ്ടുപോയി ഇടുന്നത്. അപ്പോൾ ഫോട്ടത്തിനത് നുകരാനുള്ള ശക്തി ഉണ്ടോ? അങ്ങനെ ഒരു ചോദ്യം മാത്രമേ എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ. അപ്പോഴാണ് ആ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു സംഭവത്തിൽ കാര്യമില്ല എന്നുള്ളത് അന്നേ എൻ്റെ അടിത്തട്ടിൽ എന്താ വെച്ചാൽ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് ആ വാക്ക്. നിങ്ങൾക്കിത് നുകരാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഫോട്ടത്തിൽ അതിൻ്റെ ശേഷം നിങ്ങൾ ഫോട്ടത്തിൽ ഇടുന്നത് കൊണ്ട്
അത് ഈശ്വരനിലേക്ക് എത്തുന്നുണ്ടോ അങ്ങനെ ഒരു വാക്ക് എന്തോ പറഞ്ഞു. അതായത് പുറത്തല്ല കാര്യം എന്നുള്ളതാണ് എൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് അത്ര വലിയൊരു ഫീൽ തോന്നാറില്ല. പിന്നീട് കുറച്ചും കൂടി കഴിയുമ്പോൾ ഈ ഗുരു രാഘവേന്ദ്രൻ്റെ കഥകളെല്ലാം വായിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഗുരുവിന് എന്തെല്ലാം സാധിക്കും എന്നുള്ളത് അപ്പോൾ ഒരു അടിത്തട്ടിൽ അതും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാവണം ഈ മെഡിറ്റേഷൻ ഒരു മാസ്റ്റർ ഗിവിങ് എ സിറ്റിംഗ് അത് കേൾക്കുമ്പോൾ അതിലേക്കാണ് എൻ്റെ മനസ്സ് എന്താണെന്ന് അറിയണം എന്നില്ല. അങ്ങനെയാണ് അത്രേ ബേസിക്കുള്ളൂ എൻ്റെ. ഇപ്പം ഇത്രയും വർഷങ്ങളായി കണ്ടിന്യൂസ് ആയി ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. സാധാരണ എല്ലാ ആൾക്കാർക്കും ഒരു കാര്യം കണ്ടിന്യൂസ് ആയി കുറച്ച് നാൾ ചെയ്യുമ്പോൾ ഒരു ബോറടിക്കുന്ന ഫീൽ ഉണ്ടാവും. അങ്ങനെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ബോറടിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഒരേ കാര്യം ചെയ്ത് ഒരേ അനുഭവം കിട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ ചിലപ്പം ബോറടിക്കും അല്ലേ? ഇപ്പോൾ എന്നും ഞാൻ ഒരേ കളി കാണുന്ന എന്തെങ്കിലും സിനിമ കാണുന്ന പാട്ട് കേൾക്കുന്ന ഒരേ പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ചിലപ്പം ബോറടിക്കും. പക്ഷെ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടുള്ള സംഗീതങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഇനി അടുത്തത് ആരെയാണ് നല്ലതുണ്ടാവും. അതുപോലെ ഈ ഒരു സത്സംഗ് സിറ്റിംഗ് ആയിക്കോട്ടെ, പ്രാക്ടീസ് ആയിക്കോട്ടെ, ഓരോരോ ദിവസവും നമുക്ക് എന്തോ ഒന്ന് ഇനി അങ്ങോട്ട് അങ്ങനെ എപ്പോഴെങ്കിലും ഒരു മടി ഫീൽ ചെയ്തിട്ടുണ്ടോ? മടിയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് എൻ്റെ ഒരു ജീവിത സാഹചര്യത്തിൽ എനിക്ക് കുറച്ച് സമയങ്ങൾ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ സമയത്ത് ശരിക്കും ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വൈകുന്നേരം ക്ലീനിങ് എങ്ങനെയെങ്കിലും നിർത്താതെ ഈവനിങ് ക്ലീനിങ് മുടക്കാറില്ല. അതെങ്ങനെയും ഞാൻ തിരിച്ച് ചെയ്തു. മെഡിറ്റേഷനാണ് സ്കിപ്പായിട്ടുള്ളത്. ആ സമയത്ത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ മടി വരുന്ന സമയത്ത് ഇവരുടെ വിളി വരും. അങ്ങനെ തന്നെ ഇതിൻ്റെ ഒരു പ്രയാസം ഇല്ലാണ്ടാണ് പോയി വന്നത്. പിന്നെ ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞത് അത്ര വലിയൊരു പ്രയാസം എവിടെയും നമുക്ക് ആവശ്യമില്ല. ഇത് ഒരു വലിയ ഇങ്ങനെയെല്ലാം ചിട്ടകൾ ആയിരിക്കണം, അത്ര ഡിഫിക്കൽട്ടി ഒന്നുമില്ലല്ലോ. എവിടെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതാണ് ഇതിൻ്റെ സിംപ്ലിസിറ്റിയാണ് അതിൻ്റെ ഗുണം. എനിക്ക് എവിടെയും നിർത്തേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്ന കാരണം അതാണ്. അത്രയും സിമ്പിളാണ്. നമുക്ക് എവിടെയും നോ എന്ന് പറയാനുള്ള ഒരു സാഹചര്യമേ ഉണ്ടാവില്ല. അൺലെസ് ഐ ഫീൽ ലൈക്ക് നോ, എനിക്കിത് വേണ്ട, ഞാനായിരിക്കും അതിൻ്റെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരാൾ. അല്ലാണ്ട് ഈ പ്രാക്ടീസ് വാസ് ദാറ്റ് മച്ച് സിമ്പിൾ. ഒരു സാഹചര്യവും വരില്ല ലൈഫിൽ ഇത് നിർത്തേണ്ട ആവശ്യത്തിൽ. അത് ഞാൻ തന്നെ സ്വയം ഒരു ബാരിയർ ഉണ്ടാക്കാൻ മാത്രമേ ഇത് നമ്മളെ വിട്ട് നിൽക്കാൻ പറ്റൂ. അതും നമ്മളാണ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതും ഒരുപാട് പറയാറുണ്ട്. എന്താ വെച്ചാൽ നമ്മളാണ് അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. നമ്മുടെ ഗുരു പുറകെ ഒരു കയറ് പിടിച്ചവിടെ നിൽക്കുന്നുണ്ടോ, നമ്മളൊരു കോണ്ടാക്റ്റ് അവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഗ്രേറ്റ്. അങ്ങനെ മുടക്കാനുള്ള സാധ്യതയെ ഇതിലില്ല. സിറ്റിംഗ് ആയിക്കോട്ടെ, സത്സംഗ്, അങ്ങനെ എന്തെങ്കിലും ഗ്യാപ്പ് വരുന്ന സമയത്തെല്ലാം ഈ സത്സംഗിൽ പങ്കെടുക്കുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് തിരിച്ച് നമുക്ക് ആ ഒരു പഴയ സ്റ്റേറ്റിൽ തന്നെ കൊണ്ടുവരും. അതിലും കുറച്ച് ഗ്യാപ്പുകൾ ഫീൽ ചെയ്തപ്പോൾ നമ്മൾ ഭണ്ഡാരയ്ക്ക് ഇവിടെ മാസ്റ്റേഴ്സിൻ്റെ ഗ്യാതറിങ്സ് ഉണ്ട്. അപ്പോൾ അന്ന് ഭണ്ഡാര അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് ഒരു ചേഞ്ച്. പിന്നെ കുറേ ദിവസത്തേക്ക് അതിൻ്റെ ഒരു ഇൻടോക്സിക്കേഷൻ വേണമെങ്കിൽ പറയാം, അത് അവിടെ ഉണ്ടാവും. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുവാ, എനിക്ക് ഒന്നും അവിടെ വീടെല്ലാം പുതിയ പോലെ തോന്നും ഭണ്ഡാര കഴിഞ്ഞു. സോ ഐ വാസ് ന്യൂ വെൻ എവർ ഐ എം അറ്റൻഡിങ്. അപ്പോൾ ഇവിടെ ഒരു ഫാക്ടറും നമുക്ക് ഇല്ല നീട്ടി വെക്കാനോ, അൺലെസ് ഐ ആം കീപ്പിംഗ് ഇറ്റ് അവേ. സോ ഒരു മുടക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്ന് വേണം പറയാൻ. അതിനുള്ള എല്ലാ ഹെൽപ്പും മാസ്റ്റർ ഇവിടെ ഏർപ്പാടാക്കി തന്നിട്ടുണ്ട്. സിറ്റിംഗ് ആയിക്കോട്ടെ, സത്സംഗ് ആയിക്കോട്ടെ, ഭണ്ഡാരാസ് ആയിക്കോട്ടെ. മാസ്റ്ററെ കുറിച്ച് കുറേ പറയുകയുണ്ടായി ഇപ്പം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ. മാസ്റ്റർ ചാരിജി ആയിരിക്കുമല്ലോ ഒബിയസ്ലി അന്ന് കണ്ടിട്ടുണ്ടാവുന്ന മാസ്റ്റർ ആദ്യം കാണുന്ന ഒരവസരവും അതുമായി ചുറ്റിപ്പറ്റിയുള്ള അനുഭവങ്ങളും ഒന്ന് പങ്കുവയ്ക്കാം. ഇത് കംപ്ലീറ്റ് ഫസ്റ്റ് BSc പഠിക്കുമ്പോഴാണ് ചേർന്നത്. MSc ഫസ്റ്റ് ഇയറിലാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഒരു ട്രെയിനിങ് പ്രോഗ്രാം, അബ്ജാസിസ് ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തു. എന്തെല്ലാം അറിയാനും പിന്നെ കൂടുതൽ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റി വരുന്ന എല്ലാത്തിലും കൊടുക്കും. ബിക്കോസ് എങ്ങനെയെങ്കിലും ഇതുമായിട്ടൊരു നല്ലൊരു ബന്ധം സ്ഥാപിക്കണം, അറിയണം കൂടുതൽ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അതിനും അപ്ലൈ ചെയ്യൂ.
ലീവ് ടൈം നോക്കിയിട്ട് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഡേറ്റ് എല്ലാം ഓക്കെ ആയിരുന്നു. സോ ഐ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അനൗൺസ്മെൻറ്റ് വരുന്നത്. ആ സമയത്ത് ചാരിജി ഈസ് കമ്മിങ് ടു തിരുപ്പൂർ, മാസ്റ്റർ വരുന്നുണ്ട്. അതാണ് ആദ്യത്തെ പ്രാവശ്യം ഞാൻ മാസ്റ്ററെ കാണുന്നത്. അവിടെ വന്ന് ആ സമയത്ത് 4 ദിവസം ചാരിജി അവിടെ ഉണ്ടായിരുന്നു. എന്താ പറയണ്ടത് അന്നേരം, ആ 3-4 ദിവസം ഞാൻ ടൈം ഒരു എന്താ പറയുക, ഈ മോർണിംഗ് അവേഴ്സ് വന്നിട്ട് ഞാൻ എപ്പോഴും അലാറം വെച്ചിട്ടാണ് എണീക്കുക. അങ്ങനെ എണീച്ചിട്ടാണ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കോളേജിൽ പോകാനുള്ള സമയവും അങ്ങനെയാണ്. പക്ഷെ ആ ട്രെയിനിങ് പീരീഡിൽ ഒന്നും തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇതൊന്നും ആവശ്യം വന്നിട്ടില്ല. കൃത്യം 4 മണിക്ക് ഞാൻ നെട്ടു മെഡിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്ത്. അത് ആ 3 days ശരിക്കും എന്നെ ഒരുപാട് ആഴത്തിലേക്ക് ഇത് കൊണ്ടുപോയി. ഈ സിസ്റ്റം ഇനിയും എന്താണെന്ന് അറിയാനുള്ള അടുത്ത ഒരു ലെവലിൽ എനിക്ക് അവിടുന്ന് ഒരുപാട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ചാരിജിയുടെ പ്രസംഗങ്ങളായിക്കോട്ടെ, ആ പ്രസൻസ് എന്താ പറയേണ്ടത്, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പോകുമ്പോൾ ചാരിജി അവിടെ നമ്മൾ കുറച്ച് പേരെ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഹി വാസ് വാക്കിംഗ് ടുവേർഡ്സ് ഹിസ് കാർ. അപ്പോൾ വേറെ ഒരു കുട്ടിയെ ചാരിജിൻ്റെ കയ്യിലൊരു റോസ് പൂ കൊടുത്തു. ചാരിജി കുറച്ചും കൂടി മുന്നോട്ട് വന്ന് ഞങ്ങളെല്ലാം നിൽക്കുന്ന സ്ഥലത്ത് വന്നു. ഹി ഗേവ് മീ ദറ്റ് ഫ്ലവർ. അത് ഉണങ്ങിയിട്ടും എത്രയോ കാലം അത് അങ്ങനെ വെച്ചിരുന്നു. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു സ്പർശം ആ പൂവിലല്ല, ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്താ ഉണ്ടായെന്ന് പറയാൻ പറ്റുന്നില്ല. ബട്ട് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മീറ്റിംഗ് വിത്ത് ചാരിജി. ആ ഫ്ലവർ എപ്പോഴും കുറേയായി അത് ഉണങ്ങി ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത ശേഷം അത് വീട്ടിൽ തന്നെയായി. പിന്നെ എനിക്ക് എന്താന്ന് പറയാം, പിന്നെ ഞാൻ എല്ലാം മാസ്റ്ററുടെ എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ട് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ. ഞാൻ മാത്രം ചെയ്യാനല്ല, എനിക്കറിയുന്ന ഫ്രണ്ട്സുകളോടും എല്ലാവരോടും പറയണം. അവിടെ എന്ത് വർക്ക് ഉണ്ടെങ്കിലും ഐ വിൽ ടേക്കപ്പ്. കുറച്ചായിട്ട് എനിക്ക് അവിടെ ഇൻവോൾവ്മെൻറ്റ്, അതായത് വോളണ്ടിയർ വർക്കിലേക്ക് ഇൻവോൾവ് ആയത് അതിൻ്റെ ശേഷമാണ്. അതുവരെ ഞാൻ കോളേജിൽ പോകും, വരും, സത്സംഗം അറ്റൻഡ് ചെയ്യും, അത്രമാത്രമായിരുന്നു. ബട്ട് മാസ്റ്ററുടെ വിസിറ്റ് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയണ്ടേ, നമ്മുടേത് എന്നുള്ളൊരു ഫീലിംഗ് അന്നേരമാണ് വന്നത്. അതിൻ്റെ ശേഷമാണ് ഈ വോളണ്ടിയർ വർക്കിൽ കൂടുതൽ ഇൻവോൾവ് ആവുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഈ മെഡിറ്റേഷൻ എടുക്കുന്ന സമയത്ത് അല്ല അതിന് മുന്നേ കുറച്ച് ഇൻട്രോവേർട്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ചേഞ്ച് ഉണ്ടായി എന്ന് പറഞ്ഞു. ബാക്കി എന്തൊക്കെ കാര്യങ്ങളിലാണ് ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ഞാൻ പറഞ്ഞു നേരത്തെ സ്റ്റഡീസിൻ്റെ പുവറായിരുന്നു. പക്ഷെ അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ ധ്യാനത്തിൽ വന്നത്. പക്ഷേ ഒരു അത്ഭുതം എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ശേഷവും ഞാൻ എല്ലാത്തിലും വളരെ എക്സലൻ്റായി പെർഫോം ചെയ്തു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു നേരത്തെ ഫൈനൽ എക്സാം 2 പേപ്പറിൽ ഞാൻ 100 marks. ദാറ്റ് വാസ് ടു ടഫ്. ആക്ച്വലി അതൊരു ടഫ് പേപ്പറായി. എല്ലാവരും പറയാമോ ഇത് വളരെ ടഫാണ്, ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഫുൾ മാർക്കായിരുന്നു. 2 പേപ്പറിൽ സെൻറ്റം വാങ്ങിയിരുന്നു അവസാന സെമസ്റ്ററിൽ. ദെൻ ഫൈനലി MSc സെക്കൻഡ് റാങ്കിലായിരുന്നു ഞാൻ പാസ് ഔട്ടായി വന്നത് 93. സോ ദാറ്റ് വാസ് റിയലി എ മിറാക്കിൾ. അതായത് അതിനു വേണ്ടി അല്ലെങ്കിലും മാസ്റ്റർ എങ്ങനെയാണ് നമ്മുടെ മെറ്റീരിയൽ കാര്യങ്ങളടക്കം ഇതിലേക്ക് ശ്രദ്ധിക്കുന്നതെന്നുള്ളതാണ്. ആത്മീയപരമായ കാര്യങ്ങൾ മാത്രമല്ല, ഹീസ് മോൾഡിങ് അസ് എക്സ്റ്റേണലി ടു. അപ്പോഴാണ് ഞാൻ അറിയുന്നില്ല. പിന്നെ മാർക്ക് ലിസ്റ്റ് വന്നു. ആ ഗ്രാജുവലി എൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ ഇത് കാണുമ്പോൾ ഇതിങ്ങനെ മാറ്റം വരുന്നു എന്നുള്ളൊരു ഫീൽ വന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, സോ ഇറ്റ് ഹെൽപ്സ് മീ ഇൻ മൈ മെറ്റീരിയൽ തിങ്സ് ടു. അപ്പോൾ ഇനിയും ഇത് വിടരുത് എന്നുള്ളൊരു ഫീലിംഗ് പിന്നെ ഉറച്ചു. പറഞ്ഞില്ല, ഞാൻ അന്ന് സിറ്റിംഗ് കഴിഞ്ഞ ശേഷം കിട്ടിയ ആ ഒരു എനർജി, ഒരു യോദ്ധാവിനെ പോലെയായിരുന്നു ഞാൻ ഇറങ്ങി വന്നതെന്ന് പറയാം. പക്ഷെ അതിൻ്റെ ശേഷവും ലൈഫും അതുപോലെ വളരെ ടഫായി മാറി. ലക്കിലി ഐ ജോയിൻഡ് ഇറ്റ്. അതുകൊണ്ടാണ് ആ ടഫസ്റ്റ് സിറ്റുവേഷൻ എല്ലാം എനിക്ക് വളരെയധികം തരണം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എൻ്റെ സിസ്റ്ററിനും സോമകുമാർ സാർ ഫാമിലി അവരെല്ലാവർക്കും തന്നെ വളരെ കടപ്പെട്ടിരിക്കുന്നു. അന്ന് ഞങ്ങളെ ഗൈഡ് ചെയ്ത് ആ ഒരു മോൾഡ് ചെയ്ത് കൊണ്ടുവന്നതിൽ അവരുടെ ഭാഗം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ ഒരു ട്രെയിനർ, ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ട്രെയിനറും കൂടെയാണ്. അപ്പോൾ ഒരു ട്രെയിനറായിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, പുതുതായിട്ട് ഇതിൽ വരുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ ഇത്രയും വർഷത്തെ പ്രാക്ടീസ് വേണ്ടി വരുമോ? എനിക്ക് അത്ര സമയം വേണ്ടി വന്നിട്ടില്ല. വിത്തിൻ 3 days ഐ ജസ്റ്റ് ഗോട്ട് ഇൻ ടു ദിസ്. ഇത് എനിക്ക് അത്ര അത്യാവശ്യമാണെന്നുള്ളൊരു അതുപോലെ തന്നെയാണ് ഇപ്പോൾ വരുന്ന അഭ്യാസീസും.
ഒരുപാട് പേര് കുറച്ച് പേര് അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിലും പല അഭ്യാസികളും ഫസ്റ്റ് സിറ്റിംഗ് എടുത്ത് വരുന്ന പോലെ ആയിരിക്കില്ല അവർ തിരിച്ചു പോകുന്നത്. നമുക്ക് അവരുടെ ഫേസ് കണ്ടറിയാം. പണ്ട് ദാജി പറയാറുണ്ട്, ഇപ്പോൾ റീസെൻ്റ്ലി ഫോട്ടോ അവർ വരുമ്പോൾ ഒരു ഫോട്ടോ എടുത്ത് വെക്കാൻ, സിറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു ഫോട്ടോ എടുത്ത് വെക്കാൻ പറയും. ഷോ ഇറ്റ് ടു ദം വാട്ട് ഇസ് ദ ചേഞ്ച് ദിസ് ഹാർട്ട്ഫുൾനെസ് മേക്ക്. അപ്പോൾ അതുപോലെ അഭ്യാസികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് വരാൻ. അവർക്കറിയാം ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ഒത്തുപോകുന്ന ഒരു സിസ്റ്റമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. സോ മെനി ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ഹാർട്ട്ഫുൾനെസ്. കോയമ്പത്തൂരിൽ നിന്നും വടകരയിലേക്ക് ഒരു പറിച്ചു നടൽ തന്നെയായിരുന്നല്ലോ. അപ്പൊ അത് മറികടക്കാൻ ഈ ഹാർട്ട്ഫുൾനെസ് എങ്ങനെ നിങ്ങളെ സഹായിച്ചു? വടകരയിലേക്ക് വരണം എന്ന് ഞാൻ പ്രിഫർ ചെയ്തത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഇത് തീരെ വിട്ടുവിടാത്തൊരു സംഭവമാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് ഈ മാരീഡ് ലൈഫാണ്. അത് എവിടെ ആയിരിക്കും എന്താണെന്നൊന്നും ഒരു പ്രതീക്ഷയില്ല. പക്ഷെ ഞാൻ ആ സമയം ആകുമ്പോഴത്തേക്കെല്ലാം എൻ്റെ ഉള്ളിൽ ഡീപ്പസ്റ്റ് ഇതിൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഇതല്ലാത്ത വേറൊരു സാഹചര്യത്തിലും ചെന്ന് പെടരുത് മാസ്റ്ററെ, പ്ലീസ് മേക്ക് മീ. ആ ഒരു പ്രെയർ ഉള്ളിൽ അറിയാതെ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിനെ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ളത്. എല്ലാവരും അന്ന് ബയോഡേറ്റ മാസ്റ്റർക്ക് സബ്മിറ്റ് ചെയ്യും. അപ്പം അതുപോലെ ഞാൻ ഒരു ഏപ്രിൽ ഫംഗ്ഷൻ ഭണ്ഡാരയ്ക്ക് പോയപ്പോഴാണ് മാസ്റ്റർ അടുത്ത് നേരിട്ട് പോയി എന്ന് പറഞ്ഞാൽ അന്നൊന്നും കാണുമ്പോൾ ഇതേപോലെ തന്നെ കുറേ സെക്യൂരിറ്റി ഉണ്ടാവും, കുറേ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അന്ന് പോയപ്പോൾ ജസ്റ്റ് അവിടെ പോയപ്പോൾ ആരുമില്ല. ആ ഒരു വെയിറ്റ് ചെയ്യുന്ന ഒരാളും അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെക്യൂരിറ്റി അവർ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബയോഡേറ്റ കൊടുക്കണം. അപ്പോൾ ഓക്കെ ഗോ, ഹീസ് ഫ്രീ എന്ന് പറഞ്ഞു. ഉള്ളിൽ പോയി ഒരു 5-6 പേര് അവിടെ ഉണ്ട്, ചാരിജി അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് കൊണ്ടുപോയി ബയോഡേറ്റ എടുത്തിട്ട് എന്താണെന്ന് ചോദിച്ചു. ബയോഡേറ്റ മാസ്റ്റർ വാങ്ങി അതിങ്ങനെ വായിക്കുന്നുണ്ടായിരുന്നു. ഒരു നല്ല ഈച്ച് ആൻഡ് എവറി ലൈൻ ഹീസ് റീഡിങ് ഞാൻ അറിയുന്നുണ്ട്. ഫുള്ള് വായിക്കാൻ അത്ര സമയം എടുത്തിട്ടാണ് വായിച്ചത്. ആ വായിക്കുന്ന സമയം മൊത്തം എൻ്റെ ഉള്ളിൽ എന്താന്ന് പറയാത്ത ഒരു എനർജി ഇങ്ങനെ ഒരു സ്കാൻ ചെയ്തതാണ്. എന്തോ ഒരു എനർജി കൊണ്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ഞാൻ അറിയുന്നുണ്ട്. സംതിങ് ഈസ് കമ്മിങ് ടുവേർഡ്സ് മീ. എന്തോ ഒന്ന് എൻ്റെ ഉള്ളിലേക്ക് അന്ന് വരുന്ന പോലെ തോന്നി. ആ ടൈം ആ 5 മിനിറ്റ്സ് ഞാൻ കംപ്ലീറ്റ് ബ്ലാങ്കായി. ഉള്ളിൽ കയറി ആ ഒരു ടെൻഷനോ ഒന്നുമില്ല. മാസ്റ്റർ മുന്നേ ഫുൾ ലൈറ്റായി മാറി. ആ ഒരു 5 മിനിറ്റ്സേ ഉള്ളൂ. അപ്പം ഫുള്ളും വായിച്ചു. പാക്കലാം വിൽ സി அப்படின்னு சொன்னேன். എന്നിട്ട് അതെടുത്ത് ഇത് മാനേജറുടെ ഫയലിൽ കൊടുക്കണം. അന്നത്തെ മാനേജർ സോമകുമാർ സാറായിരുന്നു, ആശ്രം മാനേജർ, ചെന്നൈ മണപ്പാക്കം ആശ്രമം. ഞാൻ പറഞ്ഞു അപ്പം തന്നെ താങ്ക് യു എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ വളരെ റിലീഫായിരുന്നു എനിക്ക്. അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും അപ്പം അതിലേക്ക് ഉറപ്പാണ് ഇനി ആ ഒരു വഴി എന്തായാലും ക്ലിയർ ചെയ്തല്ലോ. എന്താ വെച്ചാൽ ഈ മാസ്റ്റർ അടുത്ത് ബയോഡേറ്റ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ആൾക്കാരെല്ലാം ചോദിക്കും, നീ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും എവിടെ നിന്നെല്ലാം പോകേണ്ടി വരുമല്ലോ, വേറെ ദൂരങ്ങളിലെല്ലാം വന്നാലോ. അപ്പോൾ ഞാനൊന്നും പറയാറില്ലായിരുന്നു റിപ്ലൈ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ചാരിജി വിൽ ഗീവ് മീ ദ റൈറ്റ് പ്ലേസ് എന്ന്. അങ്ങനെ ഏപ്രിലിനാണ് കൊടുക്കുന്നത്. ഇതിലൊരു ഭംഗി എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ ദാറ്റ് ഇഫ് യു കുറച്ച് നെക്സ്റ്റ് ഇയർ ഏപ്രിൽ മെയ്യിലാണ് ഇത് 100th ബർത്ത് ആനിവേഴ്സറി സമയത്താണ് നമ്മുടെ മാരേജ് നടക്കുന്നത്. അങ്ങനെ ഇവർ പ്രപ്പോസലും ഇവരും അതുപോലെ ഇവിടെ അഭ്യാസിയായത് ജൂലൈ. ഞാൻ ബയോഡേറ്റ കൊടുത്ത് കഴിഞ്ഞ ശേഷമാണ് ഇവരിവിടെ അഭ്യാസിയാവുന്നത്. ഇവർക്കും അതുപോലെ ഇവർ പറയുന്നത് കേരളത്തിൽ നിന്ന് ആദ്യമായിരിക്കും ഇവിടെ ഇങ്ങനെ ഒരു പ്രപ്പോസൽ പോയിട്ടുണ്ടാവും. ഇവർക്കും ഒരു മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളെ കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ബയോഡേറ്റ ആണ് എനിക്ക് അയച്ചു തന്നത് അവിടുന്ന്. അത് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും എല്ലാവരും ഇവിടെ നാട്ടിലെല്ലാവർക്കും ജാതകമെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ജാതകം നോക്കുമ്പോൾ ചർച്ചയില്ല, ചെറിയ കുറച്ച് പോലത്തെ ഉള്ളൂ. അവർ പറഞ്ഞതിന് വേണ്ടി നമ്മൾ നോക്കി. അപ്പോൾ നമ്മൾ അപ്പം തന്നെ പറഞ്ഞു ഇതിൽ അത്രേ ചർച്ചയുള്ളൂ, പക്ഷെ നമുക്കിതിൽ വിശ്വാസമില്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മളിത് നോക്കിയത്. നമ്മുടെ മാസ്റ്റർക്ക് ഇത് സബ്മിറ്റ് ചെയ്യും, ഫോട്ടോസ് അയച്ചു കൊടുക്കും. മാസ്റ്റർ എന്താണോ ഡിസൈഡ് ചെയ്യുന്നത് അത് സ്വീകരിക്കാൻ പറയും. ഓക്കെ എന്ന് പറഞ്ഞു. ബട്ട് വിത്തിൻ എ വീക്ക് റിപ്ലൈ കെയിം, യെസ് പറഞ്ഞു.
അപ്പൊ അവിടുന്ന് വടകരയിലേക്ക് വരുമ്പോൾ വടകരയിൽ എങ്ങനെ ഒരുപാട് അഭ്യാസികളൊക്കെ ഉണ്ടായിരുന്നു, സെന്റർ ഒക്കെ ഉണ്ടായിരുന്നു? അതല്ല എങ്കിൽ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണോ ആ സെന്റർ ഒക്കെ ഡെവലപ്പ് ചെയ്ത്? അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? വടകരയിൽ കല്യാണം കഴിച്ച് വരുമ്പോൾ ഇവർ കൊയിലാണ്ടി സെൻറ്റർ, നമ്മുടെ നിയർ ബൈ സെൻറ്ററായ കൊയിലാണ്ടി സെൻറ്ററിൽ നിന്നാണ് ഇവർ സിറ്റിംഗ് എടുത്തതും സത്സംഗ് അറ്റൻഡ് ചെയ്യുന്നതും. അന്ന് വടകര വേറെ ഒരു അഭ്യാസവും ഇല്ല, ഇവർ ഒരേ ഒറ്റയ്ക്കായിരുന്നു, ആരും ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ രണ്ടുപേരും അതൊരു വലിയൊരു ഉത്സവം പോലെ ആയിട്ട് എല്ലാ സൺഡേയും നമ്മൾ പോയിട്ട് വരുമായിരുന്നു. എവറി മോർണിംഗ് 7:30 ആണ് അന്ന് എപ്പോഴും സത്സംഗ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരു 5 മണിക്ക് എണീച്ച്, ഉള്ളിലോട്ടാണ് വീട്, കുറച്ച് ഉള്ളിലോട്ടാണ്. ബസ് സൗകര്യം രാവിലെ ഈ പുലർച്ചയ്ക്കൊന്നും ബസ് ഉണ്ടാവില്ല. ഹൈവേയിലേക്ക് എത്താൻ ഒരു 2.5 kilometers ഉണ്ട്, 2.5 to 3 kilometers പറയാം. 5 o'clock വിൽ വാക്ക് ഫ്രം ദർ. നടന്ന് സുഖമായിട്ട് രണ്ടുപേരും പോയി ഹൈവേയിൽ വരെ എത്തി. 5:45 അങ്ങനെ ആവും എന്തായാലും. 6-ൻ്റെ അടുത്ത് ബസ് കയറിയാൽ 6:45 കൊയിലാണ്ടി എത്തും. അവിടെ നിന്നും കുറച്ച് പോകണം സുകുമാരേട്ടൻ്റെ വീട്ടിൽ. അവിടെ ഒരു 7:15 ആകുമ്പോൾ നമ്മളെത്തും. അപ്പോൾ അത്രയും ആ ഒരു കാലഘട്ടം മറക്കാൻ പറ്റില്ല. നമ്മൾ ഈ എത്ര ജോളിയായിട്ട് പോയി വന്നു, എന്തൊരു സന്തോഷം. സത്സംഗിന് പോവാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അത്രയും ഒരു ഇൻട്രസ്റ്റാണ്. അത് മഴ ഭയങ്കര, ഇവിടെ അറിയാലോ കേരളത്തിൽ, ഞാനതൊന്നും കണ്ടിട്ടില്ല ഇത്ര മഴ ഉണ്ടാവുന്നൊന്നും. അപ്പോൾ അത്രയും മഴ ഉള്ള സമയത്ത് നമുക്ക് രാവിലെ എണീച്ച് പോവാം, കുടയും പിടിച്ച് രണ്ടാളും പോയി അതുവരെ എത്തും. ഹൈവേന്ന് പോയി വരാറുണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റി അവിടെയാണ്. ബിക്കോസ് ഞാൻ വളർന്ന സാഹചര്യത്തിൽ ഇതൊന്നും ഇല്ല. ബട്ട് whenever I reached here, എനിക്കിതൊന്നും ഒരു വേറെയായി തോന്നിയില്ല. ഐ സ്റ്റാർട്ടഡ് ലേണിങ്. എല്ലാം ഞാൻ പഠിച്ചു. നാട്ടിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതെല്ലാം വളരെ സന്തോഷത്തോടു കൂടി അതെല്ലാം ചെയ്യാൻ പഠിച്ചു. വേഗം അവർ പറയും ഇതെല്ലാം വേഗം പഠിച്ചല്ലോ എന്ന് വീട്ടിലുള്ളവരെല്ലാം പറയും. സോ ഇറ്റ് വാസ് ലൈക്ക് ദറ്റ്. നമ്മുടെ അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കും ധ്യാനിക്കുമ്പോൾ. അതൊരു ഗുണം. പെട്ടെന്ന് എനിക്ക് നാടുമായിട്ട് പൊരുത്തപ്പെടാൻ ഈ മെഡിറ്റേഷൻ തന്നെയാണ് എനിക്ക് സഹായിച്ചത്. പിന്നെ എങ്ങനെയാണ് വടകര സെൻട്രൽ ഇപ്പൊ ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ പ്രാക്ടീസിന് വരുന്നുണ്ടല്ലോ, ഒരുപാട് സബ് സെന്റേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തു വന്നത്? അത് ഫസ്റ്റ് നമ്മൾ കല്യാണം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ അവിടെ സെൻറ്റർ ഉണ്ടായിട്ടില്ല, കൊയിലാണ്ടി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പ്രിസിപ്റ്റർ പ്രൊപ്പോസൽ എല്ലാവരും കൊടുക്കാറുണ്ട്, അവർ ഇയർലി അവർ കൊടുക്കാറുണ്ട്. അപ്പോൾ സുകുമാരേട്ടൻ പറഞ്ഞു രണ്ടുപേർക്കും കൊടുക്കാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കൊടുത്തു. രണ്ടാമളും ഒരുമിച്ചിട്ടാണോ കൊടുക്കുന്നത്? രണ്ടാളും ഒരുമിച്ചാണ് കൊടുത്തത്. പക്ഷെ കൊടുത്തു വന്ന ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നറിഞ്ഞത്. അപ്പോൾ ചാരിജി വിൽ നോട്ട് അലോ, 5 വയസ്സാവുന്നവരെ പറ്റില്ല. അപ്പോൾ ഇവരുടെ മാത്രം പോയി 2001 പ്രിസിപ്റ്ററായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു പ്രഗ്നൻസി ടൈമും. ഇറ്റ് വാസ് ഡിലേഡ് for some days, some months I can say. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തായി ഒന്നുമില്ലേ ഇങ്ങനെ നാട്ടിൽ ചോദിക്കുമല്ലോ. അപ്പോൾ ഇറ്റ് വാസ് ഞാൻ മാസ്റ്റർ അടുത്ത് ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞിട്ട്. ബട്ട് അറിയാതെ എൻ്റെ ഉള്ളിൽ ഇത് ഡിലേ ആകുമ്പോൾ ഐ വാസ് ഫീലിംഗ് അത് ആവശ്യമുണ്ടല്ലോ. മാസ്റ്റർ അടുത്ത് പ്രെയർ ഇങ്ങനെ അറിയാതെ ഉള്ളിൽ വന്നു, എന്തായിരിക്കും ഇതിൻ്റെ ഭാവി. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എനിക്കന്ന്. ആ സമയത്ത് കറക്റ്റ് ആ ഒരു ഫീല് വരുമ്പോൾ തന്നെ ചാരിജി തിരുപ്പൂർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മളെപ്പോഴും തിരുപ്പൂർ വന്ന് മിസ്സാക്കില്ല, പെട്ടെന്ന് അവിടെ എത്തും. അപ്പോൾ അങ്ങനെ എത്തിയിട്ട് അന്നത്തെ സത്സംഗിൽ കുറച്ച് നേരം സംസാരിച്ചു. രാജഗോപാൽ സാർ സംസാരിക്കുന്നുണ്ട്, ചാരിജി സത്സംഗ് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ചെയറിൽ. ഞങ്ങൾ ഈ സൈഡിൽ തന്നെ, ഈ സൈഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഞാൻ സ്പീച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഈ പ്രാർത്ഥന ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ചാരിജി പറഞ്ഞു ടൈം ഹാസ് കം. ഞാനൊന്നും ചോദിച്ചിട്ടില്ല ആരോടും ഒന്നും. അവിടെ ആരും ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ഹാളിൽ എന്നെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഐ ഹേർഡ് ടൈം ഹാസ് കം. അങ്ങനെ ഒരു വാക്ക് ഞാൻ കേട്ടു. പക്ഷെ അന്നേരം അത് ഞാൻ വിചാരിച്ചു എന്നോടത്തല്ല പറഞ്ഞ, ആരടുത്തോ പറഞ്ഞതാണെന്ന്. അതുപോലെ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, എനിക്ക് വേണ്ടിയുള്ള ഉത്തരമാണെന്നുള്ളത്. അത്രയും സെൻസിറ്റീവ് അല്ലായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി വീട്ടിലെത്തി. നെക്സ്റ്റ് വീക്ക് ഞാൻ ബ്ലഡ് ടെസ്റ്റ് കൊടുത്ത് നോക്കുമ്പോൾ ഇറ്റ് വാസ് പോസിറ്റീവ്. അപ്പോഴാണ് ഈ വാക്ക് കുറച്ചും കൂടി ഒച്ചത്തിൽ ടൈം ഹാസ് കം എന്നല്ല. ഓ ദിസ് ഈസ് ഫോർ മീ.
സോ ആ ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടി. ചാരിജി എനിക്ക് അത് തന്നെന്നുള്ളത് അന്ന് ഞാൻ കേട്ടു. ശരിക്കും പിന്നീട് അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ശരിക്കും അങ്ങനെ ലൈഫ് ഇത്രയും ഈസി ആവുന്നുണ്ട്, അത്രയും ഞാൻ പറയുന്നുള്ളൂ. സോ വി ഡോണ്ട് വാണ്ട് ടു റൺ ഫോർ എനിത്തിങ്. എല്ലാം സമയത്തിന് നമുക്ക് എപ്പോഴാണ് ആവശ്യം ആ സമയത്ത് നമ്മുടെ മുന്നിൽ എത്തിച്ചു തരുന്നുണ്ട് എന്നുള്ളത് അത്രയും കെയർ ഉണ്ട്. സോ അപ്പോൾ എനിക്ക് ഇതല്ലാതെ വേറെ എന്ത് ജോലി ചെയ്യാനാണ് ഞാൻ? എനിക്ക് മെറ്റീരിയലി ഓടേണ്ട ആവശ്യം വരുന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് കമ്മിങ് ഓൺ ടൈം, എവറിത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അപ്പോൾ എനിക്കുള്ള ഒരേ വർക്ക് ഇത് മാത്രമാണ് ഞാൻ അന്ന് തീർച്ചപ്പെടുത്തി. സോ എന്ത് ചെയ്യുമ്പോഴും ഐ വിൽ ഡിസൈഡ് ദിസ് ഫസ്റ്റ്. സിറ്റിങ് ആർക്കെല്ലാം കൊടുക്കേണ്ടത്, സത്സംഗ് എപ്പോഴാണ്, ഇതിൻ്റെ പ്രയോറിറ്റി ഫിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ മെറ്റീരിയൽ ലൈഫ് പ്ലാൻ ചെയ്ത് പോയത്. ഇന്നേ വരെ അതിന് എനിക്ക് യാതൊരു തടസ്സവും വന്നിട്ടില്ല എന്നാണ്. മാസ്റ്ററുടെ ആ ഒരു ഗൈഡൻസ് കൂടെ ഉണ്ട് എപ്പോഴും. അത്രയാണ്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഹാപ്പിയാണ്, ലൈഫും ഹാപ്പി. യെസ്. സിസ്റ്റർ നേരത്തെ തന്നെ പറയുകയുണ്ടായല്ലോ, ചരിജയുടെ കാലത്താണ് പ്രാക്ടീസ് തുടങ്ങിയതും അത് കണ്ടിന്യൂ ചെയ്തതും ഒരുപാട് നല്ല നല്ല എക്സ്പീരിയൻസ് അനുഭവിച്ചതും ഒക്കെ. ഒരു ഹാർട്ട്ഫുൾനെസ് ഹാർട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നത് ചരിജയുടെ കാലത്താണ്. പതിയെ അത് ദാജിയിലേക്കുള്ളൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ മാസ്റ്ററിൽ. ആ മാറ്റം എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു? എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ചാരിജി ആയിരുന്നു അന്ന് വരെ നമ്മൾ കണ്ടും നമ്മുടെ ഉള്ളിൽ എടുത്തതെല്ലാം ചാരിജിനെ വെച്ചിട്ടാണ് നമ്മൾ എല്ലാം പ്രൊസീഡ് ചെയ്തത്. മാസ്റ്ററുടെ അത്രയും ഒരു സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും. 2014 ഡിസംബർ 20th ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും മെയ് 1991, 27th May 1991 സ്റ്റാർട്ട് ചെയ്തിട്ട് 2014 വരെ ചാരിജി ആയിരുന്നു എൻ്റെ കൂടെ ഇരുന്ന് എല്ലാം എന്നെ നയിച്ച് കൊണ്ടുപോയത് അവർ തന്നെയായിരുന്നു. എല്ലാ സമയത്തും എന്താ വേണ്ടത്, ഞാൻ പറഞ്ഞില്ലേ, സ്ട്രഗിളും കൂടുതൽ വരും. നമ്മൾ എത്രത്തോളം സ്ട്രെങ്തൻ ആവുന്നുണ്ടോ അത്രത്തോളം സ്ട്രഗിളും നമ്മുടെ കൂടെ തന്നെ വരും. അതാണ് ഇതിൻ്റെ ഭംഗി. പ്രോബ്ലംസ് എത്രത്തോളം വരുന്നുണ്ടോ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സൊല്യൂഷനും സഞ്ചരിക്കുന്നതാണ്. വി ഷുഡ് നോട്ട് സീ ദ പ്രോബ്ലം ആസ് വെരി ബിഗ്. നമ്മൾ കാണണം അതിൻ്റെ കൂടെ മാസ്റ്റർ അത് എത്രത്തോളം സഹായിക്കുന്നു. അത് രണ്ടും പാരലലി ഇറ്റ് ഈസ് ഗോയിങ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഷിഫ്റ്റ് വരുന്നതും. അത് 2014 ശേഷം ഞാൻ എന്താ പറയേണ്ടത്, ശരിക്കും ഐ വാസ് റിയലി ജീവനില്ലാത്ത ഒരു വസ്തു ഇങ്ങനെ നടന്നു പോയി വരുന്നത് അതുപോലെയായി മാറി. ടിൽ ദെൻ ഐ വാസ് ഡൂയിങ് വെരി ആക്റ്റീവ്ലി എൻ്റെ വർക്ക് ലൈഫ് ആയിക്കോട്ടെ, ടീച്ചിങ് ആയിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ. അന്നെല്ലാം സിറ്റിംഗ് ഇൻഡിവിജ്വൽ സിറ്റിംഗ് ആണ്. ഓരോരുത്തർക്കും ഗ്രൂപ്പായിട്ടൊന്നും ഇൻട്രൊഡക്ഷൻ ഒന്നും അന്നില്ലായിരുന്നു. അങ്ങനെ ഫുൾ ടൈം ബിസി ആയിട്ടും എങ്ങനെയാ അത് പോകുന്നുണ്ടെന്ന് ഞാൻ തന്നെ അറിയില്ല. ഇറ്റ് വാസ് ഹാപ്പനിങ് ജസ്റ്റ് ലൈക്ക് ഒരു ഫ്ലോ ആയിരുന്നു എൻ്റെ ലൈഫ് അന്ന് വരെ. അത് കഴിഞ്ഞതും സംതിങ് വാസ് മിസ്സിങ് ഇൻ മീ. നേരത്തെ പറഞ്ഞ ആ ഒരു ഊർജ്ജം എല്ലാം നഷ്ടപ്പെട്ടു പോയ പോലെ. ഇത് ഞാനായിട്ട് ധരിക്കുന്നതല്ല, ഇറ്റ് ഈസ് ഹാപ്പനിങ്. എനിക്കൊരു ഗ്ലാസ് എടുത്ത് വെക്കാൻ പോലും എനിക്കൊരു സ്ട്രെങ്ത് അപ്ലൈ ചെയ്യേണ്ടി വന്നു. ഇറ്റ് വാസ് നോട്ട് ഓട്ടോമാറ്റിക്. ആദ്യം ആ ഒരു ഒഴുക്കില്ലേ നമ്മുടെ ലൈഫിൽ, അത് സ്റ്റോപ്പായി. ഇന്ന് ഞാൻ എല്ലാം ബോധപൂർവം എഫേർട്ട് എടുത്ത് വേണം എല്ലാം ചെയ്യേണ്ട ആ ഒരു ഷിഫ്റ്റാണ് ഞാൻ കണ്ടത്. മാസ്റ്റർ 2 കൊല്ലം മുമ്പേ ദാജീനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, നമ്മളോടെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഐ അക്സെപ്റ്റഡ് ഹിം. അവരാണ് മാസ്റ്റർ ചാരിജി പറഞ്ഞതുകൊണ്ട് നമ്മൾ പൂർണ്ണമായും അവരെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിലും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ, ഈ ഒരു എംപ്റ്റിനെസ് എവിടെ പോയി, എൻ്റെ എനർജി കിട്ടുന്നില്ല. എന്താ ഞാൻ എന്ത് ചെയ്യും, ഭാഗ്യത്തിന് 2015 ഇവിടെ വേറെയും പ്രിസിപ്റ്റേഴ്സ് ഉണ്ടായി വന്നു ഈ സെൻറ്ററിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരടുത്ത് പോയി സിറ്റിംഗ് എടുക്കും ടു റീഗെയിൻ ദറ്റ് കണക്ഷൻ. കിട്ടുന്നില്ല. സിറ്റിംഗ് എടുക്കുന്ന അരമണിക്കൂർ ഓക്കെ, അതൊന്ന് പുറത്തിറങ്ങി വന്നാൽ ഐ എം എംപ്റ്റി അഗൈൻ. ഒരു എന്താ പറയേണ്ട, ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. പഠിച്ച് അങ്ങനെയല്ല, ഐ വാസ് സെർച്ചിങ്. കുറേ മെഡിറ്റേഷൻ ചെയ്ത് നോക്കും, പിന്നെ ആഴ്ചക്ക് 2-3 സിറ്റിംഗ് എടുക്കും. ദാജി പിന്നെ അമേരിക്കയിൽ അന്ന് പോയി 1.5 വർഷം, 1 വർഷത്തിന് സമയത്ത് ദാജി ഇവിടെ ഇല്ലായിരുന്നു.
നമുക്ക് അന്ന് വരെ ഒരു വിത്തിൻ 3 months നമ്മൾ എന്തായാലും മാസ്റ്റർ പോയി കണ്ട് ഇയർലി 3-4 ടൈംസ് എന്തായാലും പോയി മിനിമം എല്ലാ ഭണ്ഡാരയും അറ്റൻഡ് ചെയ്യും. അങ്ങനെ എപ്പോഴും മാസ്റ്ററുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ. പിന്നീട് നമുക്ക് പോകാൻ പറ്റിയില്ല, ഹൈദരാബാദിൽ എത്താൻ പറ്റിയില്ല. ആ എംപ്റ്റിനെസ് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. 3 years 2017 വരെ ഇതേ അവസ്ഥയിലായിരുന്നു. എങ്ങനെയാ അത് പറഞ്ഞറിയിക്കേണ്ടതെന്നറിയില്ല. വി വേർ ജസ്റ്റ് ഡൂയിങ് തിങ്സ്. ഞങ്ങളിങ്ങനെ ഒരു ചെയ്യുന്നു, ജോലികൾ ചെയ്യുന്നു, പോന്നു. ഈ സിറ്റിങ്ങും സത്സംഗങ്ങളും ഇരിക്കുമ്പോൾ ഓക്കെ, പുറത്തിറങ്ങിയാൽ ഇല്ല. എന്താ പറയേണ്ട ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. അത് ആ ഒരു എംപ്റ്റിനെസ് തിരിച്ച് കിട്ടിയത് എപ്പോഴാന്ന് ഇത്രയ്ക്കും ദാജീനെ അക്സെപ്റ്റ് ചെയ്തു. ബട്ട് ഈ ഒരു ഉള്ളിൽ ഈ ഒരു ജീവൻ വരുന്നില്ല. അത് എന്താ കാരണം എന്ന് എനിക്കും പിടികിട്ടുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി എന്താ മാറ്റം വരുത്തേണ്ടതെന്ന് എല്ലാ തരത്തിലും നമ്മൾ ട്രൈ ചെയ്തിട്ടേയിരുന്നു ഞാനത് കിട്ടുന്നവരെ. അപ്പോൾ 2017 ഒരു ചെറിയൊരു ഇൻസ്പയർ ക്യാമ്പ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ടീച്ചേഴ്സിന്. ഉടനെ അപ്ലൈ ചെയ്തു. എന്തെല്ലാം സാഹചര്യം മാസ്റ്ററുടെ അടുത്ത് പോകാനുണ്ടോ അതെല്ലാം ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ പോയി വന്നു. 3 days അവിടെ ഓക്കെ. തിരിച്ചു വന്നിട്ട് പിന്നെയും എനിക്കത് കിട്ടിയിട്ടില്ല. മാസ്റ്റർ അടുത്ത് അന്ന് 3 days ഉണ്ടായിരുന്നു. നമ്മൾ ടീച്ചേഴ്സ് ട്രെയിനിങ് ക്യാമ്പായിരുന്നു, അത് അറ്റൻഡ് ചെയ്തു. ആ സമയത്തൊക്കെ. ബട്ട് തിരിച്ചു വന്നപ്പോൾ പിന്നെയും അത് മിസ്സായിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് പിന്നെയും ഞാൻ അഗൈൻ ആൻഡ് അഗൈൻ സിറ്റിംഗ് ആണ് കൂടുതൽ എടുത്തുകൊണ്ടേയിരുന്നത്. എന്നിട്ട് രാത്രിയെല്ലാം പ്രെയർ ചെയ്യും. പിന്നെ 2017 തന്നെ, ഇത് മെയ്യിലായിരുന്നു ഇൻസ്പയർ ട്രെയിനിങ്. ഒക്ടോബറിൽ പ്രസിപ്റ്റേഴ്സിനൊരു ട്രെയിനിങ് വന്നു. വി ബോത്ത് വെർ റണ്ണിങ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഇതേ അവസ്ഥയിൽ തന്നെ ഓടിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാളും ഇതേപോലെ തന്നെ കിട്ടുന്ന ചാൻസ് എങ്ങനെയെങ്കിലും പോയി അവിടെ എത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ഒക്ടോബറിലായിരുന്നു പ്രസിപ്റ്റേഴ്സ് ട്രെയിനിങ്. അതിന് പോയി. അത് 8 days പ്രോഗ്രാമായിരുന്നു. എ വെരി ബിഗ് ഷിഫ്റ്റ് ഹാപ്പൻ ദേർ. ഓരോ ദിവസം നമ്മൾ പോകും. ദാജി എവറി ഡേ ഹി വിൽ ഗിവ് എ ടോക്ക്. പതുക്കെ ഞാൻ ഇതെല്ലാം കേൾക്കുമ്പോഴും എൻ്റെ ആ ഒരു ഇതിലേക്കാണ് എൻ്റെ ശ്രദ്ധ. ഇതിലേക്ക് കയറിയിട്ടില്ല, എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടോ അങ്ങനെ ആ ഒരു 8 days വളരെ ജോയ്ഫുള്ളായിട്ട് പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഭാഗ്യത്തിന് അത് നഷ്ടപ്പെട്ടിട്ടില്ല. സോ ഇറ്റ് ടുക്ക് 8 days. എൻ്റെ ഉള്ളിൽ അത് മാറ്റാൻ ചിലപ്പോൾ അത്രയും ദിവസങ്ങൾ വേണ്ടി വന്നു എന്നാണ് ദാജിക്ക്. എന്താണെന്ന് പറയാൻ അറിയില്ല എനിക്ക് എന്താ സംഭവിച്ചത്. ബട്ട് വി ബോത്ത് റിട്ടേൺ ഹാപ്പിലി വിത്ത് ദറ്റ് ലൈഫ് ഇൻ അസ്. തിരിച്ചു വന്നപ്പോൾ നമുക്ക് ആ ഒരു ജീവിതം തിരിച്ചു കിട്ടിയൊരു സന്തോഷത്തിൽ അന്ന് തൊട്ട് ഇത് മുകളിലോട്ട് തന്നെ പോന്നു. അതിനൊരു വലിയൊരു അതാണ് ഒരു ഷിഫ്റ്റ്. അപ്പോഴാണ് ഞാൻ ഓർത്ത് എന്തുകൊണ്ട് ചാരിജി എപ്പോഴും പറഞ്ഞു, ഇൻ മൈ ലൈഫ് ടൈം ഐ വാണ്ട് ടു സീ യു അച്ചീവ് ദിസ് അൾട്ടിമേറ്റ് സ്റ്റേറ്റ്. എന്താണോ അത് അച്ചീവ് ചെയ്യണം, എൻ്റെ ലൈഫ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് കാണണം എന്ന് ചാരിജി പറയാൻ കാരണം ഇതായിരുന്നു. അന്നേരം മനസ്സിലായി. എന്താ വെച്ചാൽ അതിൻ്റെ അതേ ടൈമിലാണ് പ്രസിപ്റ്റർ ട്രെയിനിങ്ങിലാണ് ദാജി ആ ഒരു വിസ്പർ വായിക്കുന്നതും. whenever a master is leaving this mortal world, his subtle body will go away with him. ആ മെസ്സേജ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദിസ് ഈസ് വാട്ട് ഹാപ്പൻ ടു മീ. അതാണ് എനിക്ക് നമുക്ക് സംഭവിച്ചത്. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കുറച്ച് സമയം എൻ്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും അറിയാതെ ഒരു ബാരിയർ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. ഇറ്റ് ടുക്ക് 3 years for me to get back. ആ ഒരു ലൈഫ് ദാജി നമുക്ക് തിരിച്ചു തന്ന് അതിന് വളരെയധികം നന്ദിയുണ്ട്. പിന്നീടുള്ള ഇതും അതേപോലെ ദാജിക്ക് വേണ്ടിയാണ്. വാട്ട് ഈസ് ഹിസ് വിഷൻ, ഹൗ ടു മെറ്റീരിയലൈസ് ഇറ്റ്. ഓരോരോ മിനിറ്റും നമുക്ക് രണ്ടുപേരും അതേ തന്നെയാണ്. ഇവിടെ വന്നാൽ നമുക്ക് സംസാരിക്കാൻ ഇത് തന്നെ ഉണ്ടാവും. വീട്ടിൽ വന്നാലും ഏത് അഭ്യാസം എവിടെ വന്നാൽ അവർക്ക് എത്ര ദിവസമായി സിറ്റിംഗ് എടുത്ത് എന്താ ഇവർ വരാ. സോ വി ആർ കീപ്പ് ഓൺ പ്ലാനിങ് തിങ്സ്. അതേപോലെ കുട്ടികൾക്ക് ക്ലാസ് റൂമിലും അതേപോലെയാണ്. പിന്നീട് ആ ക്ലാസ് റൂമിലും ഇതേ ഒരു എനർജി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായി. സ്റ്റുഡൻസ് എല്ലാം വളരെ നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന് പോകും. അവർ അങ്ങനെയല്ല, അവർ അഡൾട്ട്സ് ആയെങ്കിലും +1 +2 ആണ് ഞാൻ എടുത്തിരുന്നത്. അപ്പം നമ്മുടെ ക്ലാസ്സിൽ അവർ കേൾക്കാറുണ്ട്. വളരെ വീക്കായ കുട്ടികളടക്കം വളരെ ഇൻട്രസ്റ്റായി കേട്ട് പാസ്സായി പോകുന്ന കാണാറുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു വേറെന്താ പറയേണ്ടത്, ഇത് അവരിലേക്കും എത്തുന്നു, അത്രയേ ഉള്ളൂ. മാസ്റ്റർ തരുന്ന കാര്യങ്ങൾ. കുറേ വർഷമായിട്ട് ട്രെയിനറുമാണ് ടീച്ചറുമായിരുന്നു.
അപ്പോൾ ഈ ടീച്ചർ എന്നുള്ള നിലയിൽ കുട്ടികളെ ഈ മെഡിറ്റേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവരുടെ പഠന കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ മറ്റു കാര്യങ്ങൾ, അതായത് അവരുടെ സ്വഭാവ രൂപീകരണം, അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, അതിലൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അതിന് നമുക്ക് ഒരുപാട് ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻസ്പയർ ട്രെയിനിങ് കഴിഞ്ഞപ്പോഴേ ഞാൻ അതിനെക്കുറിച്ച് കുറേ ആലോചിച്ച് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ കുട്ടികൾക്ക് ഹെൽപ്പ് പ്രോഗ്രാം നമ്മുടെ ഇതിലുണ്ട്. +10, 11, 12 കുട്ടികൾക്കുള്ള ഹെൽപ്പ് പ്രോഗ്രാം കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കരിക്കുലം, ഹാർട്ട്ഫുൾനെസ് വേ കരിക്കുലം, അത് 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി അതും ഇവിടെ ഇംപ്ലിമെൻറ്റ് 2-3 സ്കൂളിൽ, ഇപ്പോൾ 3 സ്കൂളിൽ ഇവിടെ അത് ഫോളോ ചെയ്യുന്നുണ്ട് അവർ. അങ്ങനെ അതും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടികളുടെ ഇടയിൽ പോയി പ്രവർത്തിക്കാൻ. ഈ സ്കൂളിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ ശേഷം ഞാൻ പതുക്കെ എൻ്റെ ടീച്ചിങ് ഫീൽഡിൽ നിന്ന് കുറച്ച് ഞാൻ മാറി നിന്ന് ഇതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ ഓൺലൈനായിട്ട് കുറച്ച് ക്ലാസ്സുകൾ എടുക്കും ഓർമ്മിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഈ കരിക്കുലം ആയിക്കോട്ടെ, ഹെൽപ്പ് ആയിക്കോട്ടെ, ഇറ്റ് ഈസ് ഗിവിങ് എ ലോട്ട് ടു ദ ചിൽഡ്രൻ. ഒരുപാട് സ്വീകാര്യതയുണ്ട് കുട്ടികൾക്ക്. എന്താ വെച്ചാൽ ഇത് മാജിക് പോലെ ഒരു സിറ്റിംഗ് ഇരുന്നാൽ മതി. അവർ ഫസ്റ്റ് ഡേ സിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്താൽ ടോട്ടലി ദേ ആർ ചേഞ്ച്ഡ്. അവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ എപ്പോഴും ഓരോരോ സബ്ജക്റ്റ് ടഫായിരിക്കും, ചിലത് ഈസി ആയിട്ട് അവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടഫായിട്ടുള്ള ഒരു വിഷയം എടുത്തിട്ട് ഈ വൈകുന്നേരം റിലാക്സേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് യു റീഡ് ദ ചാപ്റ്റർ, അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറയും. ദേ എക്സ്പെരിമെൻറ്റഡ് ആൻഡ് ദേ സേ നൗ ഇറ്റ് ഈസ് ഈസി ഫോർ മീ. വേഗം മനസ്സിലാവുന്നുണ്ട് അത്. അപ്പം അങ്ങനെ ഇതിന് ഓരോരോ പ്രൂഫുണ്ട്. ഇത് അത്രയും റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. സോ ദേ വോണ്ട് ലീവ്. അവർക്കത് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേറെ സാഹചര്യത്തിൽ പോയാലും അതിൻ്റെ ഒരു വിത്ത് അവരുടെ ഉള്ളിലുണ്ട്. ദേ വോണ്ട് ബിഹേവ് ഇൻ ദ അതർ വേ. എന്തായാലും അത് കണ്ടിട്ടുണ്ട് ഞാൻ. ഒരുപാട് കുട്ടികളിൽ ആ ഒരു മാറ്റം കണ്ടിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ഇവിടെ. 10th 12th എക്സാം, സ്ട്രെസ് മാനേജ്മെൻ്റ് ആയിക്കോട്ടെ, ചെറിയ കുട്ടികൾക്കായിക്കോട്ടെ, റിലാക്സേഷൻ കൊടുത്താൽ മതി. ദേ ഫീൽ ദ ചേഞ്ച്. അവർ ശരിക്കും സ്കൂളിലെല്ലാം റിലാക്സേഷൻ കഴിഞ്ഞാൽ എന്താ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ടുഡേ ഐ വാസ് സഫറിങ് വിത്ത് സ്റ്റൊമക്ക് ഏക്ക് ബട്ട് നൗ ഇറ്റ് ഈസ് ഗോൺ. അവർ പറയുമ്പോൾ ഒരു കാണണം അവരുടെ മുഖത്ത് എന്തോ ഒരു സന്തോഷം അവർക്ക്. സോ ദേ ആർ ട്രൈയിങ് ഇറ്റ് വിത്തൗട്ട് എനി ഡൗട്ട്. ഒരു സംശയമില്ലാതെയാണ് അവരിത് ശ്രമിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് ഇമ്മീഡിയറ്റ്ലി ദേ ആർ ഗെറ്റിംഗ്. സെയിം വേ ലൈക്ക് അവർ അഭ്യാസീസ്, അവരും ഇത് പ്രാക്ടീസ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. കുറേ ഭക്തി, അമ്പലത്തിൽ പോയിട്ട് കുറേ റിയൽ ഭക്തിയുള്ള അഭ്യാസീസ് ഇവിടെ വന്നിട്ട് സിറ്റിംഗ് എടുത്ത് കഴിഞ്ഞ് അവർ ഡയറക്റ്റ്ലി ദേ ആർ കണക്റ്റിംഗ് ഇറ്റ് ടു ദ മാസ്റ്റർ. അവർക്ക് ഇപ്പോൾ ഒരു വലിയൊരു ഹെൽപ്പ്, ഒരു ഗൈഡിനെയാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു ഭക്തി അങ്ങനെ അവർ മാസ്റ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അത് കാണുമ്പോൾ അവരുടെ ഇന്നർ കണക്ഷൻ അത്രയും എളുപ്പത്തിൽ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ ദേ ആർ വെരി മച്ച് ഡിപ്പെൻഡൻറ്റ്. അത് ആ ഒരു ഇന്നർ കോളിലേ അവർ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ ലൈഫ് കൊണ്ടുപോകുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ എന്താ പറയണ്ടത് ഈ മാസ്റ്ററുടെ. അതുകൊണ്ട് ഒരാളുടെ അടുത്ത് പോലും പറയേണ്ട ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ്സാക്കരുത്. ഈവൻ വൺ സിറ്റിംഗ് ഒരു റിലാക്സേഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അതെങ്കിലും അത് നമ്മൾ അഭ്യാസികൾ ചെയ്യാൻ താല്പര്യപ്പെടണം. എന്താ വെച്ചാൽ അത്രത്തോളം മാസ്റ്ററുടെ വർക്ക് അവിടെ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുവരെ ഒരു മിറാക്കിൾ പോലെ പറയണമെങ്കിൽ നമ്മളിവിടെ കുറേ വഴിയിൽ ആർട്ട്ഫുൾനെസ് സ്പ്രെഡ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൊറോണയ്ക്ക് മുമ്പെയാണെന്ന് തോന്നുന്നു, കേബിൾ ടി വിയിലൂടെ നമ്മളിത് സംപ്രേഷണം ചെയ്ത്, ദാജിയുടെ 3 മാസ്റ്റർ ക്ലാസ് കേബിൾ ടി വിയിൽ കൂടെ സംപ്രേഷണം ചെയ്തിട്ട് നമുക്കറിയുന്ന എല്ലാവരോടും വിളിച്ചു പറയും. അതായത് ഇങ്ങോട്ട് വരാൻ ഇഷ്ടപ്പെടാത്ത ചിലർ മടിച്ചിട്ടിരിക്കും. ആത്മീയത എന്ന് പറയുമ്പോൾ എന്തോ അതിൽ എല്ലാവരും ഇവർ ധ്യാനത്തിന് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലും വിചാരിക്കോ. അങ്ങനെയുള്ളവർക്ക് ഈ പരിപാടി വീട്ടിൽ തന്നെ, ആരും അറിയുന്നില്ലല്ലോ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന കുറേ പേർക്കെല്ലാം അയച്ചു കൊടുത്തു. അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്ത കുറച്ച് പേരുണ്ട്. അത് 2-3 years ആയില്ലേ. അതിൻ്റെ ശേഷം ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഫ്യൂ മന്ത്സ് ബാക്ക് എനിക്കങ്ങനെ പരിചയമുള്ള ഒരു ഫ്രണ്ടിനെ കാണാൻ സാധിച്ചു. അവർ പറഞ്ഞു, സുഖമാണോ. എനിക്ക് അന്നത്തെ ക്ലാസ് വളരെ ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ശേഷം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓഫീസിൽ ഒരു ഗാദറിങ്, അവർക്കൊരു ഫെസ്റ്റിവൽ എന്തോ ഒരു ഗാദറിങ് ഉണ്ടായിരുന്നു. അതിൽ അവസാന മിനിറ്റിൽ ഇവരോട് പറയുന്നത്, നിങ്ങളാണ് ഇതെല്ലാം
ഈ പരിപാടി നോക്കി ചെയ്യേണ്ടത്, എന്തോ അവതരിപ്പിക്കാൻ പറഞ്ഞു. ഇവർ തീരെ പ്രിപ്പയർഡ് അല്ല, ഇവർ കുറച്ച് നെർവസ് ആവും അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും, അങ്ങനത്തെ ഒരു ആളാണ്. അതുകൊണ്ടാണ് അവർക്ക് പ്രത്യേകം ഞാൻ അയച്ചതും. പെട്ടെന്ന് അവർ ടെൻഷൻ ആവും. അന്നേരം അവർ പെട്ടെന്ന് കിട്ടിയതും അവർക്ക് അയ്യോ ഇതെന്താ ഇത് പെട്ടെന്ന് എന്നോട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞു എനിക്കൊരു അരമണിക്കൂർ 20 മിനിറ്റ്സ് എങ്കിലും ഇരിക്കാൻ ഒരു സ്വസ്ഥമായിട്ടൊരു സ്ഥലം തരുമെന്ന് ഞാൻ അവരോട് ചോദിച്ചു, സംഘാടകരോട്. അപ്പോൾ അവർ പറഞ്ഞു, അവരെനിക്കൊരു സ്ഥലം കാണിച്ചു തന്നു. ഞാൻ പോയി അവിടെ ഇരുന്നിട്ട് ഞാൻ മെഡിറ്റേറ്റ് ചെയ്തു. രാജിനെ മുന്നിൽ വെച്ച് ഞാൻ മെഡിറ്റേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ആ 30 മിനിറ്റ് എങ്ങനെ പോയി എന്ന് അവരറിയുന്നില്ല. പിന്നീട് എനിക്ക് എന്തോ ഒരു സിദ്ധി കിട്ടിയ പോലെ ഞാനൊരു കടലാസ് എടുത്ത് എല്ലാം എഴുതാൻ തുടങ്ങി. ദാറ്റ് ഫങ്ഷൻ വെൻറ്റ് ഓൺ വെരി വെൽ എന്ന് അവർ പറഞ്ഞ കേൾക്കുമ്പോൾ, അവർ നേരിട്ട് ആരുടെ പ്രസിപ്റ്റയുടെ മുന്നിൽ നിന്ന് സിറ്റിംഗ് എടുത്തിട്ടില്ല. സംപ്രേഷണം ചെയ്ത് കേബിൾ ടി വിയിൽ മാസ്റ്റർ ക്ലാസ് കേട്ട് 3 ദിവസം മാത്രം ഇരുന്നവരിലാണ് ഈ അവരുടെ ആ ഒരു ആഗ്രഹം, അവരുടെ ആ ഒരു വിളി മാസ്റ്റർ കേൾക്കുന്നുണ്ട്. അവിടെ അവർക്ക് ആ സിറ്റിംഗ് കിട്ടിയെന്ന് അവർ പറയുന്നു. സോ നമ്മുടെ അടുത്തുനിന്ന് ഒരു ചാൻസ് പോലും നമ്മൾ മിസ്സാക്കരുത്. ആസ് ആൻ അഭ്യാസി ആരുടെ അടുത്ത് പറയാൻ സാധിക്കുന്ന എല്ലാവരുടെ അടുത്തും പറയാം. ജസ്റ്റ് കണക്ട് ദം ടു മാസ്റ്റർ ബൈ ടേക്കിംഗ് 3 സിറ്റിങ്സ്. ഡോണ്ട് തിങ്ക് സോ മച്ച് ഇവർ വരുമോ, ഇവർ 3 സിറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച വരുമോ, ഇവർ അടുത്ത ആഴ്ച പിന്നെ ഗൾഫ് പോവില്ലേ, പിന്നെ ഇവിടെ നിന്ന് ഇവർ മെഡിറ്റേറ്റ് ചെയ്യണം, അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കണ്ട. ഒരു തടസ്സവും മുന്നിൽ കാണണ്ട. ലെറ്റ് ദം ഗോ എനിവെയർ. ഈ 3 സിറ്റിംഗ് അറ്റ്ലീസ്റ്റ് ആ റിലാക്സേഷനെങ്കിലും അഭ്യാസികൾക്ക് പറ്റുമെങ്കിൽ കൊടുക്കണം. അപ്പോൾ അത് മാസ്റ്റർക്ക് വളരെയധികം സഹായിക്കും എല്ലാവരിലും എത്തിക്കാൻ. ഈസ് വർക്കിംഗ്. ഈ ഒരു എക്സാമ്പിൾ കേൾക്കുമ്പോഴാണ് എനിക്ക് അത്രയധികം ഇപ്പം എല്ലാ അഭ്യാസികളോടും നമ്മൾ അത് പറയുന്നത്, എങ്ങനെയെങ്കിലും ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്ത് ഓരോരുത്തരടുത്തും എത്തിക്കണം. നിങ്ങളിലൂടെയാണ് അവരിലേക്ക് എത്തിക്കാൻ പറ്റും. ഇറ്റ് വർക്ക്സ് ലൈക്ക് ഒരു മിറാക്കിൾ പോലെ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ദാജി 3 സിറ്റിംഗ് കൊടുത്താൽ മതി എന്ന് പറയുന്നതിൻ്റെ കാരണം മനസ്സിലായി ഇപ്പോൾ. ബിക്കോസ് ഹീ ഈസ് കണക്റ്റഡ് പെർമനൻ്റ്ലി. നമ്മൾ വിചാരിക്കും 3 സിറ്റിംഗ് കഴിഞ്ഞിട്ട് ഇവർ എവിടെ പോവും, പിന്നെ എവിടെ പോയി വരുന്നില്ലല്ലോ ഇവർ. ആ ഒരു തടസ്സം നമ്മൾ കൊടുക്കാൻ പാടില്ല. ബിക്കോസ് ഹീ ക്യാൻ വർക്ക്. അതൊരു തെളിവ് എനിക്ക് അന്ന് അവരുടെ അടുത്ത് നിന്ന് കിട്ടി. അപ്പോൾ അന്ന് തൊട്ട് അഭ്യാസികളോടെല്ലാം പറയുന്നത്, എങ്ങനെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മിസ്സാക്കരുത്. യുവർ സെൽഫ്, നിങ്ങളൊരു റിലാക്സേഷൻ പേപ്പർ കയ്യിൽ വെച്ചോളൂ. ഒരു 5 മിനിറ്റെങ്കിലും അവർക്ക് റിലാക്സേഷൻ കൊടുത്താൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. ലൈക്ക് ദാറ്റ് വി ക്യാൻ അച്ചീവ് ഹിസ് വിഷൻ. എവറി ഹ്യൂമൻ ടു ബി സ്പിരിച്വൽ. ഇവർക്ക് ഇനി ഒരിക്കലും ലൈഫിൽ ദാജിനെ മറക്കൂല അവർ. ബിക്കോസ് ആ ഒരു തെളിവ് അവർക്ക് കിട്ടി, ഇത് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് നമ്മളെല്ലാവർക്കും എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഒരാളും അത് മിസ്സാക്കരുത്. സംഹൗ സ്പ്രെഡ് ഹാർട്ട്ഫുൾനെസ്. ഇറ്റ് വർക്ക്സ് വണ്ടേഴ്സ്. നമുക്കാരും ഇല്ല എന്ന് വിചാരിക്കുന്നവരിൽ എന്തായാലും എത്തിക്കുക. അവരുടെ ഉള്ളിൽ തന്നെ ഒരാളുണ്ട് സഹായിക്കാൻ. സോ ദാറ്റ് ചാൻസ് വി ഷുഡ് നെവർ മിസ്. അതാണ് അത്രയും ഹാർട്ട്ഫുൾനെസ് ഈസ് ലൈക്ക് ഒരു വലിയ സഹായമാണ്. നമുക്ക് പെർമനൻ്റ് ഒരു കമ്പാനിയൻ നമ്മുടെ ഉള്ളിൽ കിട്ടും. അത് പറഞ്ഞു കൊടുക്കുക അവർക്ക്. നിങ്ങൾക്കൊരു സുഹൃത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കണ്ടെത്താൻ സാധിച്ചാൽ നിങ്ങൾക്ക് എത്ര ഹെൽപ്ഫുള്ളായിരിക്കും. ബിക്കോസ് എല്ലാ കാര്യവും എല്ലാവർക്കും എല്ലാവരോടും പറയാൻ പറ്റില്ല. എത്ര ഇൻറ്റിമസി ഉണ്ടെങ്കിലും അവരുടേതായ സ്വകാര്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ ഉള്ളിൽ വെക്കും. അതാണ് അവരുടെ ഉള്ളിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ടിനെ നിങ്ങൾക്ക് ഉള്ളിൽ കിട്ടിയത് എത്ര ഹാപ്പി ആയിരിക്കും. സോ ദാറ്റ് ചാൻസ് വി ഷുഡ് ഗിവ് ടു ഈച്ച് ആൻഡ് എവ്രി ഫ്രണ്ട് ഓർ റിലേറ്റീവ്. ആര് നമ്മുടെ മുന്നിൽ വരുന്നോ അവർക്ക് ഇത് കൊടുക്കണം. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതൊരിക്കലും നഷ്ടമാവുന്നില്ല. 3 സിറ്റിംഗ് എവിടെയും നഷ്ടപ്പെടുന്നില്ല. അതൊരു പെർമനൻറ്റ് കണക്ഷൻ തന്നെയാണ്. ബാബുജി പറഞ്ഞ പോലെ ഇന്നല്ലെങ്കിലും ഏതെങ്കിലും ഒരു ജന്മത്തിൽ അവർ തിരിച്ചു വരുമെന്ന് പറഞ്ഞതിൻ്റെ തെളിവാണ് ഇതെല്ലാം കാണുന്നത്. ദേ ആർ കമ്മിങ്. അപ്പം ഈ ഹാർട്ട്ഫുൾനെസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളതിൽ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ സ്ട്രെസ് ഇല്ലാണ്ടാക്കും. നമുക്ക് നല്ലൊരു ബെറ്റർ ലൈഫ് നമുക്ക് തരും. നമുക്ക് വേണ്ടുന്ന എല്ലാ ടൂൾസും അത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമുക്കധികം ബർഡൻ ഇല്ലല്ലോ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട്. അപ്പം അതുകൊണ്ടായിരിക്കും ഹാർട്ട്ഫുൾനെസ് ഇസ് എ ടോട്ടൽ പാക്കേജ് ഫോർ 21st century ലൈഫ്. ഓഫ് കോഴ്സ് മെറ്റീരിയലി നമ്മൾ എത്ര അവർക്ക് ഓരോരുത്തരുടെ ലൈഫിലും കാണുന്നതാണ്. എത്ര തന്നെ ശ്രമിച്ചാലും അവർ വിചാരിക്കുന്നത് കിട്ടുന്നില്ല. ശ്രമിക്കാതെ തന്നെ ചിലത് വരുന്നു. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നു. ബട്ട് വി ഹാവ് ടു ഡു അവർ വർക്ക്
ഹാർട്ട്ഫുള്ളി എല്ലാ പ്രായത്തിലും നമ്മൾ അതത് കാര്യങ്ങൾ നമ്മൾ പെർഫെക്റ്റായി ചെയ്യുക തന്നെ വേണം. അതാണ് എല്ലാവർക്കും പറയാനുള്ളത്. എന്തായാലും ഇതെല്ലാവരിലും എത്തിക്കണം. അതിനൊരു തടസ്സവും ഇല്ല എന്നുള്ളത് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ കഴിയും. എനിക്ക് എൻ്റെ ലൈഫ് കൊണ്ടും എൻ്റെ ചുറ്റുപാട് വരുന്ന ആൾക്കാരുടെ ലൈഫിലും കാണുന്നുണ്ട് അതെല്ലാം. So we are very thankful and grateful to you to be the part of this Kanha broadcast session. Thank you very much. ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന് എനിക്ക് ആ മാസ്റ്ററോടുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് കാണുന്നു. ഇത് എല്ലാവരിലും എത്തണം, എല്ലാവരിലേക്കും എത്തി ദ വേൾഡ് ആ ഇന്നർ പീസ് എങ്ങനെ വേൾഡ് പീസ് ആവും എന്നുള്ളത് നമുക്ക് രാജിക്ക് കാണിച്ചു കൊടുക്കാം. താങ്ക് യു.